നമ്മൾ ഇന്ന് ഈശ്വരമംഗല ഹനുമാൻഗിരി ശ്രീക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രം വരുന്നത് കർണാടക സംസ്ഥാനത്താണ്. നമ്മൾ ചെർക്കളത്ത് നിന്ന് ചാർസൂർ റോഡ് വഴി മുള്ളേരിയ കഴിഞ്ഞ് ആദൂർ കുണ്ടാറ് മുൻപോട്ട് നീങ്ങി ഗാളിമുഖ എത്തിച്ചേരും. ഗാളിമുഖത്തിന് പിന്നെയും കുറച്ച് മുൻപോട്ട് സഞ്ചരിച്ചാൽ നമ്മൾ കൊട്ടിയാടിയെത്തും. കൊട്ടിയാടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ പുത്തൂർ പോകുന്ന റോഡാണ്. ആ റോഡിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഈശ്വരമംഗലത്ത് എത്തും. ഇവിടെ ഈശ്വരമംഗലത്ത് ഹനുമാൻഗിരിയിലെ ശ്രീരാമക്ഷേത്രവും അതുപോലെ ഹനുമാൻ്റെ ക്ഷേത്രവും ഉണ്ട്. ശ്രീരാമഭക്തനാണല്ലോ ഹനുമാൻ. അത് ശ്രീരാമനാണ് മുഖ്യ ദേവൻ. ഹനുമാൻ ശ്രീരാമഭക്തൻ. അപ്പോൾ ഈ ഹനുമാൻഗിരിയാണ് ഇതറിയപ്പെടുന്നത്. ഇതിനകത്ത് രാമായണത്തിൻ്റെ കഥ ഏകദേശമെല്ലാം രൂപങ്ങളായി കുത്തിവെച്ചിട്ടുണ്ട്. മംഗല ഹനുമാൻ ക്ഷേത്രം. നമ്മളിപ്പോൾ ഉള്ളത് ഈശ്വരമംഗല ശ്രീക്ഷേത്ര ഹനുമാൻഗിരിയുടെ മുമ്പിലാണ്. അപ്പോൾ ഇത് ക്ഷേത്ര കവാടമാണ് എൻ്റെ പിറകിൽ കാണുന്നത്. ക്ഷേത്ര കവാട തൂണുകൾ ഗദ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ബോർഡിൻ്റെ അടുത്തായിട്ട് ഹനുമാൻ മൃതസഞ്ജീവനിയും കൊണ്ട് പോകുന്ന ദൃശ്യം കുത്തിവെച്ചിരിക്കുന്നു. അങ്ങേ സൈഡിൽ ശ്രീരാമനുണ്ട്. ഇങ്ങേ വശത്ത് പഞ്ചമുഖ ദേവനാണ്. ഈശ്വരമംഗലം ഹനുമാൻഗിരി ക്ഷേത്രത്തിന് ആണ് മുമ്പിൽ കാണുന്നത്. ഈശ്വരമംഗലം ഹനുമാൻഗിരി ഹനുമാൻ ക്ഷേത്രമാണ്. ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നമ്മൾ കോതണ്ട രാമസന്നിധിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത്. കോതണ്ട രാമസന്നിധിയിലേക്കുള്ള യാത്ര. ശ്രീരാമനും സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നു. അവിടെ ലക്ഷ്മണനെയും ഹനുമാനെയും നമുക്ക് കാണാം. കല്ല് കൊത്തിവെച്ചിട്ടുണ്ട്. ശ്രീരാമൻ ഹനുമാന് അടയാളമായി മോതിരം കൈമാറുന്നതായി കല്ല് കൊത്തിവെച്ചിരിക്കുന്നു. സ്വയം പ്രഭയുമായി ഹനുമാൻ്റെ സംഭാഷണം. ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. മാർഗവിഘ്ന പർവ്വതം രാക്ഷസി വിഴുങ്ങാനായി ശ്രമിക്കുന്നു. ലങ്കാലക്ഷ്മി മർദ്ദനം. ഹരിശരണ ദർശനം. മണ്ഡോദരിയെ കണ്ട് സീതയെന്ന് സംശയിച്ച് നിൽക്കുന്ന ഹനുമാൻ സീതയെ കണ്ടെത്തിയപ്പോൾ സീത ചൂടാമണി കൈമാറുന്ന ദൃശ്യം. ശ്രീരാമൻ സൈഡിൽ ഹനുമാൻ്റെ ഗത. നമ്മൾ ശ്രീരാമ സന്നിധിയിലേക്ക് കോതണ്ഡരാമൻ വലിയ മൂർത്തി ഇവിടെ ഉണ്ട്. ഈ ഹനുമാൻ രീതിയിൽ ഈ കോതണ്ഡ രാമക്ഷേത്രത്തിന് പിന്നിലായിട്ട് കുട്ടികൾക്ക് വരുന്ന എല്ലാം ചെറുതായി ഒന്ന് കളിക്കാനുള്ള സൗകര്യം, ചെറിയൊരു പാർക്ക് കാണാം. ഇവിടെ ക്ഷേത്ര ചുമരിൽ നമ്മൾ ഹനുമാൻ്റെ കഥ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതിൽ വിശദമായി എല്ലാ പുരാണ കഥാസന്ദർഭങ്ങളും വിശദീകരിച്ച് കൊത്തിവെച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ഹനുമാൻഗിരി എത്തിയപ്പോൾ ഹനുമാനെ കണ്ടില്ലെന്ന് വേണ്ട. ഇതാ ഹനുമാൻ നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു. അവിടെ കുരങ്ങളെ കാണാം. ശ്രീരാമക്ഷേത്രത്തിൻ്റെ അടുത്തും ഒന്നൊന്നുമല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. കടിക്കും. അപ്പോൾ അതിന് ശ്രീരാമക്ഷേത്രത്തിൽ അവിടെ ഒരുപാട്
വാനരസേന ഉണ്ട്. ശ്രീരാമഭക്തരായ വാനരസേന ഇവിടെ കാണാം. ശ്രീരാമസേന നമ്മളിവിടെ നിന്നുണ്ട് കേട്ടോ. ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. നമ്മുടെ ശ്രീരാമസേന ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതാ വിക്രമങ്ങൾ കാണിച്ചുകൊണ്ട് ഇവിടെ ശ്രീരാമൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമസ്തേ രാമ രാമ പുരുഷാദിശ്യ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സരാമ നമസ്തേ ശ്രീകേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സുന്ദരം നമോസ്തുതേ സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്താപരാധം ക്ഷമസ്യ ജഗത് ജനനമരണദുഃഖാവകം ജഗന്നാഥം ദിനനായക കോടിച്ചതം കരസാരസജകം കരുണാകരം കാളരുവാ കന. ഒരാളിങ്ങോട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിട്ട് ഇതാണ് ഇവരെല്ലാം നേതാവ്. വേണ്ട ആയിരിക്കുന്നതാണ് നേതാവ്. സീതാദേവി ഉള്ള അശോകവനം, സീതാദേവിയുള്ള സ്ഥലം ഒഴിച്ച് ബാക്കിയെല്ലാം ഹനുമാൻ നശിപ്പിച്ച് കളയുന്ന ഇത് ഈ കല്ലിൽ കത്തി വെച്ചിരിക്കുന്നു. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ ബന്ധനസ്ഥനാക്കുന്നു. ഹനുമാന്റെ വാലിൽ തീ കൊളുത്തിയപ്പോൾ ഇത് ലങ്കാദഹനം നടത്തുന്നു. സേതുബന്ധനത്തിനായി പിന്നെ മഹാമേരു പൊന്തിച്ചു കൊണ്ടുവരുന്ന ഹനുമാൻ. ഇതൊരു കാളക്കൂറ്റനുണ്ട് കേട്ടാ. നന്നായി കിടന്നിട്ട് എണിച്ചു തന്നിട്ടില്ല. നല്ല ഭയങ്കര വലിയൊരു കാളവണ്ടി. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് കാളവണ്ടി. ഇപ്പോഴത് ഇവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട്. ഇതാണ് കാളവണ്ടി. 2 അമ്പട്ട കിട്ടി. ഈ മരത്തിൽ ധാരാളം അമ്പഴങ്ങ ഉണ്ട്. അപ്പോൾ കുരങ്ങെന്ത് ചെയ്ത് കഴിഞ്ഞാൽ 7 കുലിക്ക് നമുക്ക് ഒരു അമ്പഴങ്ങ തന്നു. ഇത് ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ലാസ്റ്റ് നമ്മളെ ഹനുമാൻ സ്വാമിയുണ്ട്. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമലോകതാം ഛാഢ്യം വാക്പടുച്ച ഹനുമാനം ജനാസൂന വായുപുത്രോ മഹാബലരാമേഷ്ടവൽകുണസ്തകതിംഗക്ഷോമിതതിക്രമണശ്ച സീതാശോക വിനാശക ലക്ഷ്മണപ്രാണവാദാച്ചദസജീവസ്യ തർപ്പക ഹിതാനി കവീന്ദ്രസ്യ മഹാത്മനാഥസ്യ ജനാന്തരം വീരം ജാനകീശോകനാശനം കവീശം അക്ഷകന്താരം വന്ദേ ലങ്കാഭയങ്കരം. ക്ഷേത്രത്തിനടുത്തായി കപിലവസ്തു ഗോശാല. അനേകം ഗോക്കൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്. കാളകളുണ്ട്, പശുക്കളുണ്ട്, കിടാങ്ങളുണ്ട്. കുളം പശുക്കളാണ്, ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ എല്ലാ ഇനത്തിൽപ്പെട്ട ഗോക്കളും ഈ ഗോശാലയിലുണ്ട്. കപിലവസ്തു ഗോശാല ഈശ്വരമുഖ്.